ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും ജനനം പ്രാപിച്ചവരാണ് വിശ്വാസികൾ. വീണ്ടും ജനനം എന്ന പ്രക്രിയ നമ്മിൽ നടക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ കൂടെ ദൈവം തന്നെ കരുണാധിക്യപ്രകാരം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ആണ്. 1 പത്രോസ് 1:3 മുതൽ 5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനനത്തിൻ്റെ വലിയ പദവിയിലേക്ക് നമ്മെ നടത്തുന്നത് ദൈവത്തിൻ്റെ കരുണയാൽ ആണ്. വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന വിശ്വാസികളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പരിശോധിക്കാം. 1 പത്രോസ് 1:13 വാക്യം: യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായിരിക്കണം. ക്രിസ്തു വിശ്വാസികളുടെ പ്രധാന ലക്ഷണം ആണ് പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്താകുന്നുവെന്ന് 1 പത്രോസ് 1:5 പറയുന്നു: സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത അവകാശമാണ് നമ്മുടെ പ്രത്യാശ. പുറജാതികൾ പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരും ആകുന്നുവെന്ന് എഫേസ്യർ 2:12 വായിക്കുന്നു. എന്നാൽ ക്രിസ്തുമാർഗം പുറജാതി ലോകത്തിന് വലിയ പ്രത്യാശ നൽകി. മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് വിശ്വാസിക്ക് ഭാവിയെക്കുറിച്ചുള്ള ഈ പ്രത്യാശ ലഭിച്ചത്. വ്യക്തികളുടെയും ലോകത്തിൻ്റെയും ഭാവി നിയന്ത്രിക്കുന്നത് യേശുക്രിസ്തുവാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്കൊരിക്കലും നിരാശപ്പെടേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്കായി ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്തൊരവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് ഒരിക്കൽ ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് നൽകും. കൃപ എന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ്. ഈ ദൈവസ്നേഹം നാം ഇപ്പോൾ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിൻ്റെ പൂർണ്ണത യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ ആണ് നമുക്ക് അനുഭവം ആകുന്നത്. എബ്രായർ 6:19 പ്രത്യാശയെക്കുറിച്ച്: പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം ആകുന്നു എന്നാണ് പറയുന്നത്. കാറ്റും കോളുമുള്ള കടലിൽ കപ്പലിനെ ഉറപ്പിച്ച് നിർത്തുന്നത് നങ്കൂരമാണ്. ഈ ലോകത്തിലെ കാറ്റിനും കോളിനും കഷ്ടതകൾക്കും വേദനയ്ക്കും ഒന്നും തന്നെ നമ്മെ തകർക്കുവാൻ കഴിയില്ല. കാരണം നമ്മുടെ പ്രത്യാശ ജീവനുള്ളതാണ്. റോമർ 8:18 പറയുന്നത്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവസ്നേഹം അനുഭവിക്കുന്ന വിശ്വാസിക്ക് ഇപ്പോഴുണ്ടാകുന്ന കഷ്ടതകൾ സാരമില്ല. കഷ്ടങ്ങൾക്ക് നമ്മെ തകർക്കുവാൻ കഴിയില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. അധികം താമസമിന്നേ കർത്താവിൻ്റെ പുനരാഗമനത്തിൽ നാം അത് അനുഭവമാക്കും. സ്വർഗത്തിൽ നമുക്കായി സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തിനായി പ്രത്യാശയോട് കാത്തിരിക്കാം. 1 പത്രോസ് 1:15 വാക്യം: നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ജീവിതം വിശുദ്ധമായിരിക്കും. വിശുദ്ധൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവൻ എന്ന. 1 പത്രോസ് 15:14 വായിക്കുന്നത്: നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന. അതായത് വേർതിരിക്കപ്പെട്ടവർ മാനസാന്തരത്തിന് മുൻപുണ്ടായിരുന്ന എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിക്കണം. വിശ്വാസി വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന് 2 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നമ്മുടെ സ്വർഗീയ പിതാവ് വിശുദ്ധനാണ്. 1 പത്രോസ് 1:16. പിതാവ് വിശുദ്ധനായിരിക്കാൻ അവനെ പിൻപറ്റുന്ന നാം ജീവിക്കുന്നത് വിശുദ്ധിയിൽ ആയിരിക്കണം. പ്രവാസികളായി കൊണ്ടുവരപ്പെട്ട ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 4 യുവാക്കന്മാർ പറയുന്നത്: രാജാവിൻ്റെ ഭോജനം കൊണ്ടും
അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന്. രാജസന്നിധിയിൽ വളരുന്നവർ രാജഭോജനവും പാനീയവും ഉപയോഗിച്ചേ മതിയാകൂ. എന്നാൽ ഇവർ ഹൃദയത്തിൽ നിശ്ചയിച്ചത് ഭക്ഷിച്ച് തങ്ങളെ തന്നെ അവർ അശുദ്ധം ആക്കുകയില്ല. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ യഹൂദയുവാക്കന്മാർ മാതൃകയായി നിൽക്കുന്നു. എത്ര മ്ലേച്ഛകരമായ പ്രവൃത്തിയിൽ കൂടിയ യുവതലമുറ തങ്ങളെ അശുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസസമൂഹത്തിൽ പോലും പുകവലി, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങി അധാർമിക പ്രവൃത്തികൾ ചെയ്ത് ശരീരത്തെ മലിനമാക്കുന്ന അനേകർ ഉണ്ട്. ഈ 4 യുവാക്കന്മാരെ പോലെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്ന് ചിന്തിച്ച് അശുദ്ധ പ്രവൃത്തികളോട് ഈ യാത്ര പറയണം. അധർമ്മം ചെയ്ത് ദൈവം വസിക്കുന്ന നമ്മളുടെ മന്ദിരത്തെ, ശരീരത്തെ നാം അശുദ്ധമാക്കരുത്. അങ്ങനെ വന്നാൽ ദൈവം അതിനെ നശിപ്പിക്കും. കർത്താവെ, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യപാട്ട് ഒന്നുമില്ലാത്തതുമായ അവകാശം പ്രാപിപ്പാൻ എന്നെയും വീണ്ടും ജനിപ്പിക്കണമേ. ആമേൻ. ശാ